ഇന്ന് നേരിട്ട് വന്നിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊരു ഈ വിവരം വാർത്താമാധ്യമങ്ങളോട് അറിഞ്ഞ സമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടായിരുന്നു. പോലീസിൻ്റെ നടപടികൾ അടിയന്തരമായിട്ട് നിർത്തിവെക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം എടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന് ചെയ്യാനായിട്ട് സാധിക്കുക. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാവകാശം വേണം എന്നുള്ളത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം എറണാകുളം കളക്ട്രേറ്റിൽ വെച്ച് മറ്റൊരു മീറ്റിങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ റോജി എം ജോൺ, അതുപോലെ തന്നെ MLA VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും. അവരുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വർഷങ്ങൾ തോറും ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവുക എന്നതിലപ്പുറം അതിനൊരു ശാശ്വത പരിഹാരമാണ് തീർച്ചയായിട്ടും വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളവിടെ കണ്ടത് ഇപ്പം ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം പോലെ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്ന തരത്തിൽ എല്ലാവർക്കും അവിടുത്തെ പ്രദേശവാസികൾക്കും തോന്നുന്ന തരത്തിൽ ഒരു നടപടി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കാലത്ത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതല്ല. കോടതി വിധികളെയൊക്കെ നമ്മളെല്ലാവരും മാനിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കേണ്ട മറ്റ് കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയിലും അത് വിശദമായിട്ട് തീർച്ചയായിട്ടും സംസാരിക്കും. കാരണം അവർക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആ പ്രദേശത്തെ അവരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കുള്ള ആ ഒരു കൺസേൺ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും. ഇപ്പം ഞാൻ പോലീസ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് എടുത്തു പറയുന്നില്ല. നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്, അത് കണ്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന ആളുകളുടെ ഒരു രീതി ആ വിഷയം അറിയാത്ത ഒരാൾക്ക് പോലും അത് കാണുമ്പോൾ എത്തരത്തിലാണ് ഫീൽ ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇന്ന ആൾ പ്രകോപനപരമായിട്ട് സംസാരിച്ചു എന്ന് പറയേണ്ടതില്ല. കാരണം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളോട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കണ്ടതാണ്. അപ്പോൾ നമ്മളൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഇടപെടുമ്പോൾ മനുഷ്യത്വപരമായിട്ട് ഇടപെടണം എന്നുള്ളത് നമ്മൾ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അത്തരത്തിലൊരു ജനാധിപത്യ സമൂഹത്തിലല്ലേ എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുക. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു, അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ജനാധിപത്യരഹിതമായിട്ടുള്ള നടപടി, ഈ സർക്കാരിൻ്റെ ഒരു തെറ്റായ നടപടിയാണ് എന്നുള്ള തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. അപ്പം അതൊന്നും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു വിഷയം ആളിക്കത്തിക്കുന്നതിന് പകരം ആ വിഷയത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആശ്വാസം പകരുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലാഭമല്ലല്ലോ പ്രശ്നം. നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സർക്കാരിൻ്റെ നയം അതുതന്നെയാണ്, ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. അത് പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ 7 മാസമായിട്ട് എന്തുകൊണ്ട് സംഭവിക്കാത്ത കാര്യം പെട്ടെന്ന് സംഭവിച്ചു? 7 മാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ഇതിനു മുൻപ് 14 തവണ ഇതുപോലെ തന്നെയുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുള്ളൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം നടന്നത് 15ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം അത് എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ച് സമാധാനപരമായിട്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാനെങ്കിലും ഒരു അവസരം കിട്ടണ്ടേ. ഒരു പുതിയതായിട്ടൊരു സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ടും അതിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ, കൂടിയിരുന്ന് ആലോചിക്കാനെങ്കിലും ഒരു സാവകാശം തീർച്ചയായിട്ടും കിട്ടണമല്ലോ. അത് അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാവകാശം ചോദിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇത് ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ UDF സർക്കാരിനെതിരെ ആദ്യമേ തന്നെ ഇതൊരു വലിയ വിഷയമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മുൻ മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഇത്രയും വിഷയമാണ്. കാരണം UDF സർക്കാരിന്റെ
ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായെന്നാണ്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമം ഉണ്ടായെന്നാണ്. അതെങ്ങനെയാണ് കാണുന്നത്? അതിനുള്ള മറുപടിയാണ് നേരത്തെ സൂചിപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളും ഇപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളും ഒരു വിഷയമുണ്ടാകുമ്പോൾ, അത് പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിന് നേരെ, ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ ആളിക്കത്തിച്ച് അല്ലെങ്കിൽ അതിനെ പെരുപ്പിച്ച് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുന്നതിന് പകരം ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനെ ഒരു വിഷയത്തിലേക്ക് ഒരു സർക്കാരിനെയും ഒരു സമൂഹത്തെയും നയിക്കുന്നതിന് പകരം അതിൽ കൂടി ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു ഇത് വരണം. പിന്നെ ഇത് ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ല ഒരിക്കലും, ഇത് കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മളത് ഗവൺമെന്റ് ഇപ്പം SC/ST വകുപ്പാണെങ്കിലും അതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാം കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ആദ്യം നമ്മൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു സർക്കാരിന് ചെയ്യാനായിട്ട് കഴിയുക? ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ വിശദമായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു വിഷയമാകുമ്പോഴും അതിൽ പല വശങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് കേൾക്കുക. ഇപ്പം ഞാൻ ചെയ്തതും അതാണ്, മുഖ്യമന്ത്രി ചെയ്തതും അതാണ്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ഇന്ന് വൈകുന്നേരം ചർച്ച വെച്ചിട്ടുണ്ട്. അതിലും വിശദമായിട്ട് പറയാനുള്ളത് കേട്ട് അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് ആലോചിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളോടൊപ്പം അല്ലാതെ നമ്മൾ ആരുടെ ഒപ്പമാണ്? ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ജനങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കേട്ടു. എനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ അവരും കേട്ടു. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അവരുടെ ഒരു ആവശ്യം എന്താ? അവരിപ്പോ മറ്റു സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം ഒരു സാഹചര്യം ഒരുക്കിയാൽ അവർ മാറി താമസിക്കുമോ? എന്തെങ്കിലും പരിഹാരം കാണുമല്ലോ? പുതിയൊരു വിഷയമല്ലല്ലോ, വർഷങ്ങളായി നടക്കുന്ന ഒരു തർക്കമാണല്ലോ. അത് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടുള്ള ചർച്ചയിൽ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോജി എം ജോൺ, അതുപോലെ തന്നെ VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള MLA, അവർ എല്ലാവരും ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കും. ഇന്ന് അല്ല, എറണാകുളത്താണ്.